പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കിയതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. ആദ്യം ശിഷ്യന്മാർക്കായിരുന്നു സംശയം, ആരുടെ പാപം കൊണ്ടാണ് ഈ മനുഷ്യന് ഇങ്ങനെ സംഭവിച്ചത്, അവൻ കുരുടനായി പിറന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം. ആ മനുഷ്യന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ പരീശന്മാർക്ക് കോപമായി. അവനെയും അവൻ്റെ മാതാപിതാക്കളെയും എല്ലാം പിടിച്ച് ചോദ്യം ചെയ്യുക, അതും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ. യേശു ചെയ്തത് ദൈവിക പ്രവർത്തനമല്ല എന്ന് ദൈവനാമത്തിൽ അവനെ കൊണ്ട് പറയിക്കുവാൻ അവർ പെടുന്ന പാട് വളരെയാണ്. ഇന്നും ഈ മനോഭാവം പലരിലും കാണാവുന്നതാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം അത് ദൈവത്തിൻ്റെ പ്രവർത്തനമല്ല എന്ന് പറയിപ്പിക്കുക. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പള്ളിയിൽ നിന്നും മുടക്കും. അവർ എത്ര ശ്രമിച്ചിട്ടും ദൈവകൃപ അനുഭവിച്ചവനും മാറുവാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ ഭാഗം തന്നെ ഇന്ന് പഠിക്കാം. ഒരു നീണ്ട ഭാഗമാണ് നാം ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളാണ് നാം പഠിക്കുന്നത്. 10-ാം അധ്യായത്തിലെ ആദ്യത്തെ ചില വാക്യങ്ങൾ കൂടി നാം ഇന്ന് ചിന്തിക്കുന്നതാണ്. ഭാഗമെടുത്താട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവൻ ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അവർ അവരോട് ചോദിച്ചു. അവൻ്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെ എന്നറിയുന്നില്ല. അവൻ്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞുത്തിരുന്നു. അതുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. മതഭരണാധിപന്മാർ ആരെയെങ്കിലും കുറ്റക്കാരായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ അവൻ്റെ മാതാപിതാക്കന്മാർ തെറ്റിയൊഴിയുവാൻ ശ്രമിക്കുന്നു. ഈ മനുഷ്യൻ കുരുടനായിരുന്നു എന്ന് ഇപ്പോൾ അവന് കാഴ്ച ലഭിച്ചു എന്നുമുള്ള കാര്യത്തിൽ മതനേതാക്കന്മാർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലായിരുന്നു. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളെ അവർ സംശയിച്ചിരുന്നില്ല. അവിടെ ഒരു അത്ഭുതം നടന്നു എന്ന കാര്യം കൂടി വന്നിരുന്നവർ നിഷേധിച്ചുമില്ല. 23-ാം വാക്യം നാം കണ്ടല്ലോ. അവൻ്റെ അമ്മയപ്പന്മാർ അതുകൊണ്ടാണ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു അത്ഭുതം നടന്നിരിക്കുന്നു എന്ന കാര്യം മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ എപ്രകാരമാണ് അത് സംഭവിച്ചത് എന്ന് വിശദീകരിപ്പാൻ അവർ തയ്യാറായിരുന്നില്ല. മതഭ്രഷ്ടരായി തീരുവാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പ്രയാസത്തിലായിത്തീരുവാൻ അവർ തയ്യാറല്ല. അത്ഭുതത്തെ നിഷേധിക്കുവാൻ മതഭരണാധിപന്മാർക്ക് കഴിയാതിരുന്നതിനാൽ അതിനുള്ള മാനം യേശുവിന് ലഭിക്കാതിരിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. 24-ാം വാക്യത്തിൽ കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. യഹൂദന്മാർ വീണ്ടും അവരുടെ ആദ്യത്തെ വാദഗതിയിലേക്ക് മടങ്ങി വരുന്നു. ശബ്ബത്ത് ലംഘിച്ചതിനാൽ ഈ മനുഷ്യൻ ഒരു പാപിയാണ് എന്നതാണ് അവരുടെ വാദം. ഈ യേശുവിന് മഹത്വം കൊടുക്കരുത്, ദൈവത്തിന് മഹത്വം കൊടുക്കുക, അത് വളരെ ഉത്തമവും നല്ലതുമായ കാര്യമത്രേ. എന്തൊരു ഭക്തിയില്ലേ! പലരും ദൈവത്തിൻ്റെ പേര് പറഞ്ഞാണ് ദൈവിക പ്രവർത്തനങ്ങളെ നിഷേധിക്കുന്നത്. വളരെ ഭക്തിയോടെ ഈ മതനേതാക്കന്മാർ കാഴ്ച ലഭിച്ച മനുഷ്യനോട് പറയുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന്. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നാൽ യേശു പാപിയാണെന്ന് സമർത്ഥിക്കുകയും വേണം. എന്തൊരു വൈരുദ്ധ്യമില്ലേ! സൗഖ്യമാക്കിയത് തെറ്റാണെന്നും യേശു പാപിയാണെന്നും കുരുടനായിരുന്നവൻ സമ്മതിക്കണം പോലും. അറിവ് കൂടിയവരും മതത്തിൻ്റെ കാവൽക്കാരുമായ അവരുടെ സമ്മർദ്ദത്തിന് അവൻ കീഴ്പ്പെടണമെന്നത്രേ അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ സത്യം അറിഞ്ഞവനുണ്ടോ മാറുന്നു. 25-ാം വാക്യത്തിൽ അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്നുത്തരം പറഞ്ഞു. അത് മനോഹരമാണല്ലേ. അവൻ ഇതേവരെയും കർത്താവായ യേശുവിനെ കണ്ടിരുന്നില്ല. ഇത് 2-ാം പ്രാവശ്യമാണ് അവർ അവനെ വിസ്തരിക്കുവാനായി വിളിച്ചു വരുത്തിയത്.
ഈ കാര്യത്തിൽ അവന് അല്പം പ്രയാസവും തോന്നിയിരുന്നു. എന്നിരുന്നാലും അവൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കുക. ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു. രക്ഷിക്കപ്പെട്ട ഏതൊരു പാപിക്കും നൽകുവാനുള്ള സാക്ഷ്യം ഇതാണ്. ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു, എന്നാൽ ഇപ്പോൾ കാണുന്നു. ഒരിക്കൽ ഞാൻ ആത്മീയ അന്ധകാരത്തിലായിരുന്നു, എന്നാൽ ഇപ്പോൾ ആത്മീയമായ വെളിച്ചത്തിൽ വന്നിരിക്കുന്നു. ഒരു കാലത്ത് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ഞാൻ അവനെ എൻ്റെ രക്ഷകനായി അറിയുന്നു. താങ്കളെക്കുറിച്ചുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടെ, എന്നാൽ അനേകരുടെ ദീർഘമായ സാക്ഷ്യങ്ങൾ ആകർഷണമാക്കി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട്. ചിലപ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകി സാക്ഷ്യത്തിൽ തങ്ങളുടെ വീരപരാക്രമങ്ങൾ പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒടുവിൽ കഥയിലെ നായകന്മാർ അവർ തന്നെയാകും. ദൈവത്തിൻ്റെ സ്ഥാനം അവർക്കിരിക്കും. 26-ാം വാക്യത്തിൽ അവർ അവനോട്, അവൻ നിനക്ക് എന്തു ചെയ്തു? നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. നടന്നതായ അത്ഭുതത്തിന് വേറെ എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുമോ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു പരീശന്മാരുടേത്. അവർക്ക് അത്ഭുതം നടന്നു എന്നതിനെ നിഷേധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കാഴ്ച ലഭിച്ച മനുഷ്യൻ അവിടെ തന്നെയുണ്ട്, അവൻ കാണുന്നു. 27-ഉം 28-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. ഇവർ എന്തുമാത്രം താണുപോകുന്നു എന്ന് നോക്കണേ. പരീശന്മാരുടെ ഉദ്ദേശം എന്താകുന്നു എന്ന് കാഴ്ച പ്രാപിച്ച മനുഷ്യൻ മനസ്സിലാക്കി തുടങ്ങി. നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് അവൻ അവരോട് ചോദിക്കുന്നു. ഈ കാര്യം വീണ്ടും കേൾപ്പാൻ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്ത് എന്നും അവൻ അവരോട് ചോദിച്ചു. പരീശന്മാർ അന്ധരാകയാൽ അവർക്ക് ലോകത്തിൻ്റെ വെളിച്ചമായവനെ കാണുവാൻ കഴിയുന്നില്ല. 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ മതനേതാക്കന്മാർ അവനെ ശകാരിക്കുന്നു. നോക്കണേ, ഒരു ശരിയായ ഉത്തരം കൊടുക്കാനില്ലാതെ വരുമ്പോൾ മനുഷ്യർ പരിഹസിക്കുവാൻ തുടങ്ങുന്നത് വീണ്ടും ഇവിടെ ശ്രദ്ധിക്കുക. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരം ഒരു അതിശയം പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ആ മനുഷ്യൻ പറയുന്നു. പരീശന്മാർ അവനെ തങ്ങളുടെ വാദഗതിയിലേക്ക് അത്രയും നടത്തി എന്നിവിടെ കാണാവുന്നതാണ്. അവൻ സൗഖ്യം പ്രാപിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആയതിനാൽ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു. ഇതാണ് അവൻ സമർത്ഥിച്ചത്. ഇതേവരെയും അവൻ യേശുവിനെ കണ്ടിട്ടില്ല എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതത്രേ. ഈ മതനേതാക്കന്മാർക്ക് ഉത്തരം കൊടുപ്പാനില്ലായിരുന്നു. ഈ വാദഗതിയെ ഖണ്ഡിക്കുന്നതിനോ തൃപ്തികരമായ വിശദീകരണം നൽകുന്നതിനോ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവർ അവനെ പുറത്താക്കി കളഞ്ഞു. ഈ മതഭ്രഷ്ട് അവനെ ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. അത് അവനെ ഒരു കുഷ്ഠരോഗിയെപ്പോലെ പുറന്തള്ളപ്പെട്ടവനാക്കി തീർത്തു. മതപരവും സാമൂഹികവുമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും അവൻ അകലപ്പെട്ടവനായി തീർന്നു. കുരുടനായിരുന്ന മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടുന്നതാണ് അടുത്തതായി നാം കാണുന്നത്. 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. കർത്താവായ യേശു രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നതായി ഇവിടെ കാണുന്നു. വാദപ്രതിവാദത്തിൽ ഈ മനുഷ്യൻ യേശുവിന് വേണ്ടി വാദിച്ചു വിജയിച്ചു എങ്കിലും മതഭരണാധിപന്മാർ അവനെ പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള സമയത്ത് യേശുക്രിസ്തു അവൻ്റെ അടുത്ത് വരുന്നു എന്നത് മനോഹരമായ കാര്യമത്രേ. സുഹൃത്തേ, യേശു എപ്പോഴും മനുഷ്യനെ അന്വേഷിച്ചു വരുന്നവനാണ്. ഈ മനുഷ്യനെ ഇത്രത്തോളം കർത്താവ് തയ്യാറാക്കിക്കൊണ്ടുവന്നു. ഇനിയും അവൻ ദൈവപുത്രനിൽ വിശ്വാസം അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഒരു വ്യക്തിപരമായ ചോദ്യവുമായി അവൻ്റെ അടുത്ത് ചെന്നു. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഇതായിരുന്നു യേശുവിൻ്റെ ചോദ്യം. അവൻ കടന്നുപോയ അനുഭവങ്ങൾ അവൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും അവൻ്റെ ചിന്തയെ ഉണർത്തുകയും ചെയ്തു. ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ അവൻ തയ്യാറായിരിക്കുന്നു എന്ന സത്യം യേശുവിന് അറിയാമായിരുന്നു. ഈ മനുഷ്യൻ വളരെയധികം സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനും
കാര്യം തുറന്നു പറയുന്നവനുമായിരുന്നു. താൻ വിശ്വസിക്കാം, എന്നാൽ ഈ ദൈവപുത്രൻ ആരാകുന്നു എന്ന് അവൻ ചോദിക്കുന്നു. ഈ മനുഷ്യൻ്റെ താല്പര്യം എത്രമാത്രമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. അവന് ദൈവപുത്രനെ കുറിച്ച് കൂടുതലായി അറിയുവാനുള്ള താല്പര്യമുണ്ട്. നമ്മുടെ കർത്താവ് വളരെ മനോഹരമായ രീതിയിൽ അതിന് മറുപടി കൊടുത്തു. നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. അവൻ യേശുവിൽ വിശ്വസിക്കുകയും അവനെ നമസ്കരിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു രംഗമത്രേ നാം ഇവിടെ കാണുന്നത്. നമ്മുടെ കർത്താവ് ഈ മനുഷ്യനെ പടിപടിയായി നടത്തിക്കൊണ്ടുവന്നു. അവസാനം അവൻ യേശുവിൻ്റെ പാദത്തിൽ വന്ന്, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാനിടയായി. അവൻ യേശുവിനെ ആരാധിക്കുകയും ചെയ്യുന്നു. 39 വാക്യത്തിൽ നാം കാണുന്നു, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടന്മാരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. ഇതൊരു വിചിത്രമായ പ്രസ്താവനയായി തോന്നാമില്ലേ? കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്തവർ ഉണ്ട് എന്ന് നമ്മുടെ കർത്താവ് പറയുന്നു. അവർക്ക് ശാരീരികമായ കണ്ണുകളും ശാരീരികമായ കാഴ്ചയുമുണ്ട്, എന്നാൽ ആത്മീയമായി അവർ അന്ധരാണ്. താൻ അന്ധനാകുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു വ്യക്തി യേശുവിൻ്റെ അടുത്ത് കടന്നു ചെല്ലുമെങ്കിൽ യേശു അവന് ആത്മീയമായ വെളിച്ചം നൽകും. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ താങ്കൾ വന്നിട്ടും സത്യം എന്താകുന്നു എന്നോ അവൻ എൻ്റെ രക്ഷകനാകുന്നു എന്ന് ഞാൻ കാണുന്നില്ല എന്നോ ഇതൊന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നോ പറയുന്നുവെങ്കിൽ താങ്കൾ കാഴ്ചയുള്ളവനല്ല, താങ്കൾ ആത്മികമായി കുരുടനാണ്. പരീശന്മാർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു, അവർക്ക് കാഴ്ചയുണ്ട്. അവർ മതഭക്തരായ ആളുകളായിരുന്നു, തീഷ്ണതയുള്ളവർ ആയിരുന്നു, എങ്കിലും അവർ കുരുടന്മാരായിരുന്നു. ഇവിടെ താങ്കൾ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നിട്ടും അവനെ ത്യജിച്ചു കളഞ്ഞുവെങ്കിൽ വേറൊരു രക്ഷകനെ താങ്കൾക്ക് നൽകുവാനായിട്ടില്ല എന്ന കാര്യം ഓർക്കണം. 40ഉം 41ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ചില പരീശന്മാർ ഇത് കേട്ടിട്ട്, ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ നിങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. കുരുടനായി പിറന്ന ഒരു മനുഷ്യനെയാണ് ഈ അധ്യായത്തിൽ നാം ആദ്യമായി കണ്ടത്. അവന് സൗഖ്യം ലഭിക്കുകയും ശാരീരികമായും ആത്മികമായും കാഴ്ചയുള്ളവനായി തീരുകയും ചെയ്തു. എന്നാൽ ഇവിടെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ നാം മതഭരണാധിപന്മാരെ കാണുന്നു. അവർ ഭയങ്കരമായ അന്ധതയിലാണ്. എന്നാൽ അവർ കാണുന്നു എന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ, വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവ വെളിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ അവർ പറഞ്ഞത് അവർക്ക് പാപമില്ല എന്നാണ്. തങ്ങൾ അന്ധരായിരിക്കെ കാണുന്നു എന്ന് പറയുന്നവർ ഇക്കാലത്തും വളരെ അധികമുണ്ട്. അവർ യേശുക്രിസ്തുവിനെ ത്യജിച്ചു കളയുന്നതിനാൽ അവരുടെ പാപം നിലനിൽക്കുന്നു. അവർ ഊന്നുവടികളുമായി തപ്പി നടക്കുന്നില്ലെങ്കിലും കുരുടന്മാരത്രേ. ഇനി നാം 10-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. യേശുവിനാൽ രൂപാന്തരം പ്രാപിച്ചതായ മനുഷ്യനെ യഹൂദന്മാർ പുറത്താക്കിയെങ്കിലും തന്നെ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്വീകരിക്കുന്ന ഒരു പുതിയ സമൂഹത്തെ യേശു രൂപപ്പെടുത്തുവാൻ പോകുന്നതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുന്നത്. നല്ല ഇടയൻ എന്നതിനേക്കാൾ കവിഞ്ഞ ഒരു ചിത്രീകരണം യേശുവിനെക്കുറിച്ച് പറയാനാവില്ല. യഹൂദയുടെ പ്രധാന ഭാഗം നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പീഠഭൂമിയാണ്. യഹൂദ്യ കർഷകഭൂമി എന്നതിനേക്കാൾ ഇടയന്മാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് യഹൂദ്യർ മലമേടുകളിലെ പ്രധാന കഥാപാത്രം ഇടയനാണ്. ആ ദേശത്തെ മിക്കവാറും പട്ടണങ്ങളിൽ പ്രാചീന ആട്ടിൻ തൊഴുത്തുകൾ ഇന്നും കാണാവുന്നതാണ്. അത് പൊതുവായുള്ള ആട്ടിൻ തൊഴുത്ത് ആയിരുന്നു. വൈകുന്നേരമായാൽ ആ സ്ഥലത്തുണ്ടായിരുന്ന ഇടയന്മാരെല്ലാം തങ്ങളുടെ ആടുകളെ ഈ പറഞ്ഞ തൊഴുത്തിലേക്ക് കൊണ്ടുവന്ന് രാത്രിയിൽ അവയെ അവിടെ സൂക്ഷിക്കുമായിരുന്നു. ആടുകളെ സൂക്ഷിക്കുന്നതായ സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് ഈ ഇടയന്മാർ തങ്ങളുടെ വീട്ടിൽ പോയി രാത്രി വിശ്രമിക്കുമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഇടയന്മാർ വന്ന് തങ്ങളെ തന്നെ തൊഴുത്ത് സൂക്ഷിപ്പുകാരന് പരിചയപ്പെടുത്തുമായിരുന്നു. അവൻ അവരെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരുടെ ആടുകളെ കണ്ടുപിടിക്കുവാൻ അവരോട് പറയുമായിരുന്നു. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപമകളില്ല.
എന്നാൽ ദൃഷ്ടാന്തങ്ങൾ അഥവാ അനേകം രൂപകാലങ്കാര പ്രയോഗങ്ങളുണ്ട്. വാസ്തവത്തിൽ ഈ പരീശന്മാർ ജനത്തിൻ്റെ ആധികാരിക നടത്തിപ്പുകാർ അല്ല എന്ന് ഈ ദൃഷ്ടാന്തം തെളിയിക്കുന്നു. യേശുക്രിസ്തുവിനെ ഇടയനായി പറഞ്ഞിരിക്കുന്നത് എത്ര അർത്ഥവത്താണ്. ഇടയൻ എന്നതിൻ്റെ ലാറ്റിൻ രൂപമാണ് പാസ്റ്റർ എന്ന് നാം കേൾക്കാറുണ്ടല്ലോ. ഇനിയും തൊഴുത്ത് ഇസ്രായേൽ ജാതിയെ സൂചിപ്പിക്കുന്നതാണ്. താൻ വാതിലിൽ കൂടി കടന്നു വന്നിരിക്കുന്നു എന്നത്രേ യേശു പറയുന്നത്. വാതിലിൽ കൂടി വരാതെ വേറെ വഴിയായി അകത്ത് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു എന്നും യേശു പറയുന്നു. ഒരു മഹത്വകരമായ അവകാശവാദവുമായിട്ടാണ് ഇവിടെ നാം യേശുവിനെ കാണുന്നത്. അവൻ വാതിലിൽ കൂടി അകത്ത് കടന്നു, അതായത് താൻ നിയമപ്രകാരം കടന്നു വന്നു എന്നർത്ഥം. വേറെ വിധത്തിൽ പറഞ്ഞാൽ പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്നത്ര യേശു പറയുന്നത്. അവൻ ന്യായപ്രമാണ പ്രകാരമാണ് വന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്ന് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രവചനപ്രകാരം അവൻ ദാവീദിൻ്റെ വംശത്തിലാണ് വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ പ്രവചനപ്രകാരം അവൻ ബേദലഹേമിലാണ് ജനിച്ചത് എന്ന് മീഖാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നു. അവൻ ദാവീദിൻ്റെ വംശത്തിൽ ഉള്ളവൻ എന്ന് മാത്രമല്ല, പ്രവചനപ്രകാരം അവൻ കന്യകയിൽ നിന്നാണ് ജനിച്ചത്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ ജനിച്ച സമയത്ത് അവൻ ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള ഒരു കൊമ്പായിരുന്നു. ഇത് രസകരമായ കാര്യമത്രേ. യേശു വന്നപ്പോഴേക്കും ദാവീദിൻ്റെ രാജവംശം വീണ്ടും കൃഷിക്കാരായി മാറിയിരുന്നു. രാജകീയത വീണ്ടും ഉണ്ടായിരുന്നില്ല. അതെ, ഇവിടെ നാം കാണുന്നത് ഇശായി ബേദലഹേമിൽ ഒരു കൃഷിക്കാരനായിരുന്നു എന്നുള്ളതാണ്. അവൻ ആടിനെ വളർത്തിയിരുന്നു. അവൻ്റെ മകനായ ദാവീദ് അഭിഷിക്തനാവുകയും അവൻ്റെ വംശം രാജകീയ വംശമായി തീരുകയുമാണ് ഉണ്ടായത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജനന സമയം അവൻ കൃഷിക്കാരനായ ഇശായിയുടെ കുറ്റിയിലെ ഒരു കൊമ്പ് മാത്രമായിരുന്നു. യേശു സാധാരണക്കാരനായ ഒരു തച്ചനായിരുന്നു. തച്ചൻ്റെ വസ്ത്രധാരണമാണ് അവൻ ചെയ്തിരുന്നത്. പ്രവചനങ്ങൾ എത്ര കൃത്യമായിട്ടാണ് നിറവേറിയത്. അവൻ മശിഹായാണ്. അവൻ വാതിലിലൂടെ അകത്ത് കടന്നു. യേശുവിനുള്ളതുപോലെ പ്രത്യേകമായി അവകാശപ്പെടുവാൻ മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. മറ്റ് ആര് തന്നെ ആയിരുന്നാലും അവൻ കള്ളനും കവർച്ചക്കാരനുമായിരിക്കും. അവർക്ക് മശിഹായുടെ അവകാശങ്ങളില്ല. ആയതിനാൽ മതിൽ ചാടി അകത്ത് കടക്കേണ്ടതായി വരും. സൗഖ്യം പ്രാപിച്ച കുരുടനെ പള്ളിഭ്രഷ്ടനാക്കിയതായി കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടുവല്ലോ. മതനേതാക്കന്മാർ കർത്താവായ യേശുവിനെ തള്ളിക്കളഞ്ഞു എന്നത്രേ. അതുമാത്രമല്ല, ഇപ്പോൾ അവർ അവനെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളും കുരുടരോ? അതാണ് അവർ ചോദിച്ചത്. അവർ കുരുടന്മാരാകുന്നു എന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു. തുടർന്ന് അവൻ തൻ്റെ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അധ്യായത്തിലേക്ക് കടന്നു വരുന്നത്. ഈ അധ്യായത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു അവകാശവാദമാണ് യേശു ഉന്നയിക്കുന്നത്. ഇസ്രായേൽ ആട്ടിൻ തൊഴുത്താണ്, യേശു നല്ല ഇടയനും. 3-ാം വാക്യം നോക്കിക്കാട്ട്. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. വാതിൽ കാവൽക്കാരൻ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? കാവൽക്കാരൻ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. അവൻ ചെയ്തതൊക്കെയും ദൈവാത്മാവിൻ്റെ ശക്തിയിലാണ് ചെയ്തത്. തൻ്റെ ശബ്ദം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ആടുകളുടെ ചെവി തുറന്നു. അവൻ്റെ ആടുകൾ പ്രതികരിച്ചു എന്ന് നാം കാണുന്നു. ഇത് കഴിഞ്ഞ അധ്യായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മതനേതാക്കന്മാർ ശാരീരികമായും ആത്മീയമായും കുരുടന്മാരായിരുന്നു എന്ന് മാത്രമല്ല, അവർ ചെകിടരുമായിരുന്നു. അവർ അവൻ്റെ ശബ്ദം കേട്ടുപോലുമില്ല. എന്നാൽ അവൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. അതെ, അവൻ്റെ വിളി കുരുടൻ കേട്ടു. ശിമോൻ അവൻ്റെ വിളി കേട്ടു. യേശു അവൻ്റെ പേര് പത്രോസ് എന്ന് മാറ്റി. അതിൻ്റെ അർത്ഥം പാറ എന്നാണ്. അവൻ യാക്കോബിനെയും യോഹന്നാനെയും നഥനീയേലിനെയും ഫിലിപ്പോസിനെയും വിളിച്ചു. അവൻ എരിഹോവിൽ വെച്ച് ഒരു മരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് സക്കായിയെ വിളിച്ചു. അവൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു.
ഉൽപ്രാപണ സമയത്ത് കർത്താവായ യേശു തനിക്കുള്ളവരെ ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുവാൻ ഓരോരുത്തരെ പേർ ചൊല്ലി വിളിക്കും എന്നത്രേ എൻ്റെ വിശ്വാസം. അവൻ എന്നെ പേർ ചൊല്ലി വിളിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതത്ര മനോഹരമായ സംഗതിയാണല്ലേ. അവൻ എൻ്റെ പേർ അറിയാം. അവൻ അന്ന് ആ പേർ വിളിക്കുകയും ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ആ പേർ ചൊല്ലി വിളിക്കുമ്പോൾ താങ്കളുടെ പേരും അതിൽ കാണുമോ? അവൻ തൻ്റെ ആടുകളെ തൊഴുത്തിൽ നിന്ന്, അതായത് യഹൂദ ചട്ടക്കൂട്ടിന് പുറത്തു കൊണ്ടുപോകുന്നു. യേശു കാഴ്ച നൽകിയ കുരുടനായിരുന്ന മനുഷ്യനെ മതനേതാക്കന്മാർ പള്ളി ഭ്രഷ്ടരാക്കി. എന്നാൽ ആ ആടിനെ യേശു പുറത്തു കൊണ്ടുപോവുകയാണ്. 4-ാം വാക്യം നോക്കിക്കാട്ട്. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആട്ടിൻ തൊഴുത്തിലാണ് ഇടയന്മാർ രാത്രികാലം തങ്ങളുടെ ആടുകളെ സൂക്ഷിച്ചിരുന്നത്. കാവൽക്കാരനാണ് അവയെ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല. ഇടയന്മാർ തങ്ങളുടെ വീടുകളിൽ പോയി വിശ്രമിക്കുമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഇടയൻ തൊഴുത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ആടുകളും മറ്റാടുകളും എല്ലാം ഒന്നിച്ച് ഇടകലർന്നായിരിക്കും കിടക്കുന്നത്. ആടുകളുടെ ദേഹത്ത് തിരിച്ചറിയുന്നതിനായി പ്രത്യേകം അടയാളങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അവന് തൻ്റെ ആടുകളെ ലഭിക്കുന്നത് എങ്ങനെയാണ്? അവൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു. ഓരോ ആടിനെയും തിരിച്ചറിയേണ്ട കാര്യമില്ല. അവർ ഇടയൻ്റെ ശബ്ദം മനസ്സിലാക്കുന്നു. അവൻ കുന്നിൻ മുകളിൽ കൂടി നടന്നു പോകുമ്പോൾ അവൻ്റെ ആടുകൾ തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ട് അവനെ അനുഗമിക്കുന്നു. അവ അവനെ അറിയുന്നു. നമ്മുടെ കർത്താവ് പറയുന്നത് ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു എന്നാണ്. ഇന്ന് നാം ദൈവവചനം ഘോഷിക്കുമ്പോൾ യേശു തൻ്റെ ആടുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നത് എത്രയോ മനോഹരമായ കാര്യമാണ്. ആടുകൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം തുറന്നു കൊടുക്കുന്ന കാവൽക്കാരൻ പരിശുദ്ധാത്മാവാണ്. ശരിയായി ആഹാരം ലഭിക്കാത്ത സ്ഥലത്ത് നിന്ന്, നിയമവ്യവസ്ഥിതിയിൽ നിന്ന്, ചിലപ്പോൾ സഭയിൽ നിന്നുപോലും നമ്മുടെ കർത്താവ് തൻ്റെ ആടുകളെ നയിച്ചു കൊണ്ടുപോകും. ശരിയായി ആഹാരം ലഭിക്കാത്തിടത്ത് തൻ്റെ ആടായിരിക്കണമെന്ന് നല്ല ഇടയൻ ആഗ്രഹിക്കുന്നില്ല. ഒരിടയനും ആഗ്രഹിക്കില്ലേ? അവർ അവനെ അനുഗമിക്കും. ദൈവത്തിൻ്റെ ആടുകളെ എന്നും കബളിപ്പിക്കുവാൻ ആരാലും കഴിയുകയില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരാട് തെറ്റായ മതസമ്പ്രദായങ്ങളിലോ ഇസങ്ങളിലോ ഒക്കെ ചെന്ന് പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ അത് എന്നും അവിടെ തുടരില്ല. എന്നും ആടുകളെ കബളിപ്പിക്കാമെന്ന് കരുതരുത്. പട്ടിണി കിടന്ന ഏതെങ്കിലും കൂട്ടത്തിൽ ആടുകളെ എന്നും ഒതുക്കി വയ്ക്കുവാൻ സാധ്യമല്ല. എങ്ങനെയെങ്കിലും അവ ഇടയൻ്റെ ശബ്ദം കേൾക്കും. തെറ്റായ തൊഴുത്തുകളിൽ കിടന്നും മോശപ്പെട്ട ഇടയന്മാരെ അനുഗമിച്ചും ആടുകൾ ആകെ വലഞ്ഞു. ദൈവവചനത്തിലേക്ക് ഈ ആടുകൾ എന്നും മടങ്ങി വരും. സത്യത്തിനു വേണ്ടി ഭയം കൂടാതെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഒരു വ്യക്തി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തിരിച്ചറിയുന്നു. നമുക്കത് വിശ്വസിക്കാവുന്നത് അത്രേ. കാരണം നമ്മുടെ കർത്താവ് പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും എന്നാണ്. 5-ാം വാക്യത്തിൽ നാം കാണുന്നത് അന്യന്മാരുടെ ശബ്ദം അറിയായ്ക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. ദൈവജനത്തെ ചില സമയത്ത് കബളിപ്പിക്കാമെങ്കിലും എപ്പോഴും അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ച് സമയത്തേക്ക് താങ്കൾ ഇടയൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് ചിന്തിക്കും. എന്നാൽ അത് അവൻ്റെ ശബ്ദമല്ല എന്ന് അധികം താമസിയാതെ മനസ്സിലാക്കും. തുടർന്ന് അവർ ദൈവവചനത്തിൻ്റെ ഉപദേശം ശ്രദ്ധിക്കും. കാരണം അവർ തങ്ങളുടെ ഇടയനെ അറിയുന്നു. അവർ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് വളരെ ആശ്ചര്യകരമായ സംഗതി അത്രേ. ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുമെന്നത് ഈ കാലത്തും കണ്ടുവരുന്ന അനുഭവം അത്രേ. അവൻ്റെ വകയല്ലാത്തവ അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ദൈവവചനം കേൾക്കാൻ താല്പര്യമുള്ളവരെ എവിടെ കാണുന്നുവോ അവരൊക്കെയും അവൻ്റെ ആടുകളാകുന്നു. കഴിഞ്ഞ അനേകം വർഷങ്ങളായി വചനം പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് അവസരം തരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യം എന്തെന്നാൽ അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. അവ അവനെ അനുഗമിക്കും. ദൈവവചനം ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും താല്പര്യം കാണിക്കാത്ത പലരെയും കുറിച്ച് ഞാൻ വളരെയേറെ ഭാരപ്പെടുമായിരുന്നു. ഞാൻ എന്ത് പ്രസംഗിച്ചാലും വിമർശിക്കുക മാത്രം ചെയ്യുന്ന ചിലരെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ചിലർ തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ സകലവും തികഞ്ഞവർ ആകുന്നു എന്നത്രേ ചിന്തിക്കുന്നത്. ഇനിയും ദൈവവചനം കേൾക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നത്രേ ചിലരുടെ വിചാരം. എന്നാൽ ഇങ്ങനെയുള്ളവരെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഭാരപ്പെടാറില്ല. അവർ ദൈവശബ്ദം കേൾപ്പാൻ തയ്യാറല്ലാത്തതിന് കാരണം അവർ അവൻ്റെ ആടുകളല്ല. പ്രിയ സുഹൃത്തെ, താങ്കൾ അവൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ആയി തീർന്നിട്ടുണ്ടോ? ദൈവശബ്ദം ശ്രവിക്കുവാനുള്ള വാഞ്ച
താങ്കൾക്കുണ്ടോ? ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുവാൻ കാണിക്കുന്ന താല്പര്യത്തിന് നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരെ കൂടി ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചാട്ടെ. ലിങ്ക് അയച്ചു കൊടുത്തും സമയം പറഞ്ഞു കൊടുത്തും ഒക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഈ പഠനത്തിൽ പങ്കാളികളാക്കുവാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.